Class 10 Mathematics Part 1 Kerala syllabus First chapter Arithmetic Sequences അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് Arithmetic Sequences. Arithmetic sequence അഥവാ സമാന്തര ശ്രേണി അതിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഫോർ എ സീക്വൻസ് ഈസ് 1, 5, 9, 13 എന്നാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം എ പ്ലസ് 1d അതായത് 5 ആണ്. സെക്കൻഡ് ടേം 5, തേർഡ് ടേം 9, ഫോർത്ത് ടേം 13. അങ്ങനെയാണ് ഈ സീക്വൻസിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് 1d, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കാണാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അതായത് തൊട്ടടുത്തടുത്ത ടേമുകളിലെ വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ സമാന്തര ശ്രേണിയിൽ ഈ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേം ഉണ്ടോ അതാണ് എൻ. എ എൻ എന്ന് പറഞ്ഞാൽ nth ടേമാണ്. എ എൻ കാണാനായിട്ട് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 4n മൈനസ് 3 എന്ന് കിട്ടും. അപ്പോൾ nth ടേമാണ് കാണേണ്ടത്, അതാണ് 4n മൈനസ് 3 ആയിരിക്കും ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് 1d, തേർഡ് ടേം എ പ്ലസ് 2d. ഇപ്പോൾ സിക്സ്ത് ടേം ആണെങ്കിൽ ഒരെണ്ണം കുറച്ച് എ പ്ലസ് 5d എന്ന് വരും. 10th ടേം ആണെങ്കിൽ എ പ്ലസ് 9d ആണ്. 100th ടേം എ പ്ലസ് 99d. nth ടേം എ എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഒരു ഫോർമുലയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. nth ടേം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അതാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാലും കാണാനുള്ള വാക്യം എ എൻ ആണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, make the following number sequences from the sequence of equilateral triangles, squares, regular pentagons and so on of irregular polygons. ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. സ്ക്വയറിനും എല്ലാ സൈഡും ഈക്വലാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്, സ്ക്വയറിന് 4 സൈഡ്. റെഗുലർന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ റെഗുലർ പെൻറ്റഗൺസ്, റെഗുലർ ഹെക്സഗൺ, റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്, ഹെക്സഗണ് 6 സൈഡ്, ഹെപ്റ്റ 7, ഒക്ട 8, നന്നഗൺ 9, ഡെക്കഗൺ 10. അങ്ങനെയാണ്. അപ്പോൾ റെഗുലർ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ 3, 4, 5 അങ്ങനെ പോകും. പിന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഇൻറ്റീരിയർ ആംഗിൾസ്, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കാണാനായിട്ട് n-2 ഇൻറ്റു 180 ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ n 3 ആണ്. 3-2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 180. സ്ക്വയറിന് 4 സൈഡ്, 2 ഇൻറ്റു 180 ആകുമ്പോൾ 360 ആയിരിക്കും. പിന്നെ പെൻറ്റഗണിന് 5 സൈഡ്സ്, 5-2 ഇൻറ്റു 180 540 ആയിരിക്കും. ഹെക്സഗണിന് 6, അപ്പോൾ 720 ആയിരിക്കും. ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതായത് ഇന്നർ ആംഗിൾസിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾസ് ടോട്ടൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ട്രയാങ്കിളിന് 180, സ്ക്വയറിന് 360, 540, 70, സ്ക്വയറിന് 360. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് 180, 360, 540, 720 അങ്ങനെ പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്.
ഏത് ഷേപ്പ് എടുക്കുകയാണെങ്കിലും, ഏത് ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും എല്ലാത്തിനും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. വൺ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് സൈഡ്സ്. ഒരു ഇൻറ്റീരിയർ ആംഗിളിന് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കാണാനായിട്ട് n-2 ഇൻറ്റു 180 ആണ്. അതിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ കിട്ടും. ട്രയാങ്കിളിൻ്റെ 180/3 60, സ്ക്വയർ 90, പെൻറ്റഗൺ 108. സീക്വൻസ് 60, 90, 108, 120. വൺ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ ലീനിയർ പെയർ ആയിരിക്കും. രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ 60 ആണെങ്കിൽ വൺ എക്സ്റ്റീരിയർ ആംഗിൾ 120 ആയിരിക്കും ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ. സ്ക്വയർ ആണെങ്കിൽ 180 മൈനസ് 90 ഡിഗ്രി ആയിരിക്കും, 90. പെൻറ്റഗൺ ആണെങ്കിൽ ഇന്നർ ആംഗിൾ 108 ഡിഗ്രിയാണ്, 108 ആണ്. അപ്പോൾ 180 മൈനസ് 108 72. അപ്പോൾ സീക്വൻസ് 120, 90, 72, 60 അങ്ങനെയായിരിക്കും വൺ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. നമുക്കറിയാം ആദ്യത്തെ 3 ഡോട്ട്സ് ആണ്, രണ്ടാമത്തേൽ 6 ഡോട്ട്സ് ആണ്. അപ്പോൾ 3 + 3 ആണ് 6. മൂന്നാമത്തേൽ 10 ഡോട്ട്സ് ആണ്. ഇവൻ ട്രയാങ്കിൾസ് 3, 6, 10. അപ്പോൾ ഓരോന്നും 3, 4, 5, 6, 7 മെൻ്റൽ മാത്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ ഗിവൻ ട്രയാങ്കിൾസിൽ 3, 6, 10 തന്നിട്ടുണ്ട്. പിന്നെ 3 എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ +3 ആണ്. 3യുടെ കൂടെ 3 ആഡ് ചെയ്താണെങ്കിൽ 6 കിട്ടും. പിന്നെ +4 10 കിട്ടി, +5 15 കിട്ടുന്നു, +6 21, +7 28. അതുകൊണ്ട് നമ്പർ ഓഫ് ഡോട്ട്സ് റിക്വയർഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് 3, 6, 10, 15, 21, 28. Next question. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. Natural numbers which give remainder 1 on division by 3. ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളിൽ റിമൈൻഡർ വരണമെങ്കിൽ, ശിഷ്ടം 1 വരണമെങ്കിൽ ഓൺ ഡിവിഷൻ ബൈ 3 നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 × 0 + 1, റിമൈൻഡർ 1 ആയതുകൊണ്ട് നമ്മൾ ഒരു 1 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ 1. സെക്കൻഡ് സീക്വൻസിൽ രണ്ടാമത്തെ 3 × 1 + 1. നെക്സ്റ്റ് 3 × 2 + 1, 3 × 3 + 1. അപ്പോൾ 1, 4, 7, 10 അങ്ങനെ കിട്ടും. രണ്ടാമത്തെ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഗീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ 3 × 0 + 2. റിമൈൻഡർ 2 ആണെങ്കിൽ നമ്മൾ 2 കൊണ്ടാണ് പ്ലസ് ചെയ്യേണ്ടത് എല്ലാം. 3 × 1 + 2, 3 × 2 + 2, 3 × 3 + 2. അപ്പോൾ 2, 5, 8, 11 അങ്ങനെ അതായിരിക്കും ആൻസർ. ഒരെണ്ണം മാത്രം ചെയ്തിട്ടുണ്ട്. 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിമൈൻഡർ കിട്ടും. 3 × കോഷ്യൻ്റ് 3, 3 × 3 + 2, അപ്പോൾ 11 കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 and describe it in 2 other ways.
സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് എൻഡ്സ് ഇൻ 1 or 6, അതായത് 1 അല്ലെങ്കിൽ 6 എൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് എണ്ണൽ സംഖ്യകളുടെ, അതായത് 1, 6, 11, 16, 21, 26, 31, 36 അങ്ങനെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റീസൺ, ദിസ് ഈസ് ദ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് 1 ഇൻ വിച്ച് 5 ഈസ് റിപ്പീറ്റഡ്ലി ആഡഡ്. 5 നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതാണ് ഒരു വേ. അങ്ങനെയാണ്. രണ്ടാമത്തെ വേ ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് എ സീക്വൻസ് വിച്ച് ഗീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. നമ്മൾ റിമൈൻഡർ 1 കിട്ടും 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. Answer, quantity of water 1000 liter ആണ്. ഫ്ലോയിങ് റേറ്റ് 5 ലിറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെച്ചിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് 1 സെക്കൻഡിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ 1000 മൈനസ് 5 ആയിരിക്കും, 995 ലിറ്റർ ആയിരിക്കും. സെക്കൻഡിൽ 990 ആയിരിക്കും. തേർഡ് സെക്കൻഡിൽ 985 ആയിരിക്കും. അപ്പോൾ സീക്വൻസ് ഓഫ് റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ 995, 990, 985, 980 അങ്ങനെ പോകും.